ഹലോ, എടാ നീ എവിടെയാ? ആന്റി ടെൻഷൻ ആക്കണ്ടെന്നോർത്താ ഞാൻ കൂടുതലൊന്നും ചോദിക്കാഞ്ഞ്. ദുബായിൽ എന്ത് ബിസിനസ് ട്രിപ്പ് എന്നാ നീ പറയുന്നേ? അവിടെ നിനക്ക് പോകാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പോയത്. എടാ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ അമ്മയുടെ നാട്ടിൽ. ആരാ അവിടെ? ആ മോൻ എത്തിയോ? വരാൻ വൈകിയപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു. എന്തേ ബാക്കിയുള്ളവരൊക്കെ? ആ അത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആണോ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? കുഴപ്പമില്ല. ഓ, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഞാനാണ് ദച്ചുവിന്റെ അമ്മാവൻ ജയകൃഷ്ണൻ. ഓ, അപ്പൊ ഇതാണ് ഹേമനെ കെട്ടാനിരുന്ന ജയകൃഷ്ണൻ. ഞാൻ ഹേമയുടെ മോനാണെന്ന് അറിഞ്ഞാ എനിക്ക് ആദ്യം കിട്ടാൻ പോകുന്ന ഇവിടുന്നായിരിക്കും. മോനെ, എന്താ ആലോചിച്ച് നിൽക്കുന്നത്? അകത്തേക്ക് വാ, ഞാൻ ദച്ചുവിനെ വിളിക്കാം. അങ്കിൾ, ഈ ദച്ചു ആരാ? ഓ, ദ്രൗപദി. മോൻ കാണാൻ വന്നിരിക്കുന്ന കുട്ടിയാ. അവളെ വീട്ടിൽ വിളിക്കുന്ന ദച്ചുന്നാ. എന്റെ വയലാണെങ്കിൽ അതേ വരുള്ളൂ. മോൻ കേറി വാ. ഈശ്വര, പെണ്ണുകാണലാണോ ഇവിടെ? ഇനിയിപ്പോ ഇവിടെ കേറി പറ്റാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. വന്ന് വന്ന് ഞാൻ പിടിക്കുന്ന എല്ലാം പുലിപാലാണ്. ഇനിയിപ്പോ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. മോനെ, ഇതാണ് ദ്രൗപദിയുടെ അച്ഛൻ ഹരി, അമ്മ രേവതി. മോനെ ഇതിനു മുമ്പ് കണ്ട പരിചയം തോന്നിക്കുന്നു. ഏയ് ഇല്ല അങ്കിൾ, ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡാ. ആദ്യമായിട്ടാ നാട്ടിലൊക്കെ. അതും ശരിയാ. അതല്ലല്ലിയ, ഇപ്പോഴത്തെ ആമ്പിള്ളാരുടെ ഒരു ധൈര്യം സമ്മതിച്ചു കൊടുക്കണേ. കണ്ടില്ലേ ഒറ്റയ്ക്ക് പെണ്ണ് കാണാൻ വന്നത്? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടുകാരും സഹോദരിമാരുണ്ടെങ്കിൽ അവരും അവരുടെ കെട്ടിയവന്മാരും ഒക്കെ ആയിട്ടാ വന്നോണ്ടിരുന്നേ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ധൈര്യമൊക്കെ സമ്മതിക്കണം. ഒരു കണക്കിന് നോക്കിയാ ഇതല്ലേ നല്ലത്? ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ട പിന്നെ വീട്ടുകാരൊക്കെ ആയിട്ട് വന്നാ പോരെ. എന്തിനാ വെറുതെ വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് അങ്കിൾ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ മോനെ, മോനൊന്നും കാര്യമൊക്കെ എടുക്കണ്ട. ഈ ജയൻ എല്ലാം കളിയാ. മോന്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു എല്ലാരും പുതിയ ഹോസ്പിറ്റലിലെ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലാണെന്ന്. മോൻ ഒറ്റയ്ക്ക് വരുള്ളൂന്നും പറഞ്ഞു. അടുത്ത ആഴ്ചയല്ലേ ഇനോഗ്രേഷൻ? മോൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ മോളെ വിളിക്കാം. അല്ല, ഞാനൊന്ന് പറയട്ടെ. രേവതി, നീ മോളെ വിളിക്കേ. അയാളിപ്പോ എന്റെ കൺമുമ്പിൽ വന്നു നിന്നാ ഞാൻ പറയും, മിസ്റ്റർ ശരത്, എനിക്കിപ്പോ കല്യാണത്തിനൊന്നും താല്പര്യമില്ല. ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. നീ ഇവിടെ ആലോചിച്ചിരുന്നോ ദച്ചു? ദേ അവിടെ ചെറുക്കൻ വന്നിരിക്കുന്നു, നീ ഇങ്ങ് വന്നേ. വരുമല്ലേ അമ്മ? ദച്ചു, അമ്മ എല്ലാം മോളോട് നേരത്തെ പറഞ്ഞല്ലേ. ആ ജോത്സ്യം പറഞ്ഞത് നീയും കേട്ടല്ലേ? നിന്റെ ജാതകത്തിനോട് ഒത്തു നിൽക്കുന്ന വേറൊരു ജാതകം ഇതുപോലെ കിട്ടാൻ ഇനി പാടാ. അതുമല്ല, ചെറുക്കൻ വലിയ എഡ്യൂക്കേറ്റഡ് അല്ലേ, ഡോക്ടർ അല്ലേ. നിന്റെ പഠിത്തം കഴിയുന്നവരെ ഇവിടെ തന്നെ നിൽക്കാന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കുറെ വാക്കൊക്കെ തരും. ഇതൊക്കെ നടന്നാ കൊള്ളാം. എന്റെ പൊന്നു തെച്ചു, നിനക്ക് നല്ല അല്ലാത്തൊരു ബന്ധം ഞങ്ങൾ കണ്ടുപിടിച്ചു തരാൻ തോന്നുന്നുണ്ടോ നിനക്ക്? മതി സംസാരിച്ചെന്ന്, നീ ഇങ്ങ് വന്നേ. ഞങ്ങള് മുതിർന്നവർ തമ്മിലുള്ള സംസാരം കഴിഞ്ഞു. ഇനി നിങ്ങക്ക് പിള്ളേർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പോയി സംസാരിച്ചിട്ട് വാ. ഹായ്. ഹായ്. ദ്രൗപദി ഇപ്പോ പഠിക്കുവാണോ? അതെ, BSc അഗ്രികൾച്ചർ, ഇപ്പൊ ഫൈനൽ ഇയറാ. ഓ, അല്ല, താൻ പഠിച്ചോണ്ടിരിക്കുകയാണെ പിന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത്? അതോ, ഇത് നിങ്ങൾ ജനിച്ചു വളർന്ന ബാംഗ്ലൂരോ കാനഡയോ ഒന്നും അല്ല. കേരളത്തിലൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാരേക്കാൾ കൂടുതൽ സുഷ്കാന്തി നാട്ടുകാർക്കും ജോത്സ്യന്മാർക്കുക. ഓ, അങ്ങനാണോ? അല്ല, എന്നോട് ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്ക് തന്റെ വീട്ടുകാരെ പറഞ്ഞത് മനസ്സിലാക്കിക്കൂടെ? അല്ല, ഞാനെന്തിനാ ഇയാള് ചോദിക്കുന്നതിനൊക്കെ ഇങ്ങനെ ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്നത്? കല്യാണത്തിന് ഇപ്പൊ താല്പര്യമില്ലാന്നൊന്ന് പറച്ചു. ഹലോ ദ്രൗപദി, താൻ എന്താലോചിച്ച് നിൽക്കുക? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? അത് അച്ഛനമ്മനും പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യല്ലേ.
അതെന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഏ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആ ഈ പ്രായമല്ലേ, വല്ല അഫയറിലും ചെന്ന് പെട്ട് കാണും. അതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. ആ ഇനി ഇവിടെ അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. പണ്ടെങ്ങനെ ഒരാള് സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ ക്ഷീണം ഇതുവരെ ഇവിടുന്ന് ആർക്കും മാറിയിട്ടില്ല. അതിന്റെ ഇപ്പൊ ഞാനും ചേച്ചിമാരും ഒക്കെ അനുഭവിക്കുന്ന. ശരിക്കും പറഞ്ഞ അവർക്കൊക്കെ പേടിയാ പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കുമെന്നോർത്ത്. കുഞ്ഞിലെ അവരുടെ സങ്കടവും വിഷമവും ഒക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കും സ്വന്തം ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് പോലും ഞാൻ തന്നെ എടുക്കാറില്ല. അപ്പൊ പിന്നെ ഇത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിന് ഞാൻ തന്നെ തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? സോറി, ഞാൻ എന്നെ തന്നെ കൊച്ചാക്കി പറയാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ നിങ്ങളോടത് പറയണമെന്ന് തോന്നി. സോറി, ഞങ്ങളല്ലേ പറയേണ്ടത് വെച്ചു. എന്ത്? എനിക്ക് മനസ്സിലായില്ല. നീ നേരത്തെ പറഞ്ഞ ആ പഴയ കഥയില്ലേ, ആ കഥയിലെ നായികയുടെ മോനാ ഞാൻ, അർജുൻ രവിശങ്കർ. എന്ത്? ഹേമാപ്പച്ചിയുടെ മോനോ? യെസ്. ദച്ചു, നീ സത്യം പറഞ്ഞോ? ആരാ ഇവൻ? എന്നാലും നിന്നെ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും നീ ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു ദച്ചു. അച്ഛാ, ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? നിന്നെ പെണ്ണ് കാണാൻ വരുന്നു പറഞ്ഞ പയ്യൻ വെളി വന്നിക്കുവാ. അപ്പൊ ഇവനാരാ? ഇത്രയും വലിയ നാടകമൊക്കെ കളിക്കാൻ ഇവനാണോ നിനക്ക് പറഞ്ഞു തന്നത്? അങ്കിൾ പ്ലീസ്, ദ്രൗപദിക്ക് ഒന്നും അറിയില്ല. ഇവിടെ ആരും ഒരു നാടകവും കളിക്കുന്നില്ല. അങ്കിൾ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കും പ്ലീസ്. അളിയ, മതി നിർത്തിക്കേ. ഇനി വന്നിരിക്കുന്നവരെയും കൂടി അറിയിക്കണോ? അളിയ, എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ദച്ചു അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇപ്പോ എന്തായാലും ഈ ചടങ്ങ് നടക്കട്ടെ, ബാക്കിയെല്ലാം പിന്നെ. ദച്ചു ഇങ്ങോട്ട് വന്നേ. ആ മോനെ, ഞാൻ ദ്രൗപദിയുടെ അമ്മാവൻ. ഇത് ദ്രൗപദിയുടെ അമ്മ, അച്ഛൻ. ആ മോള് വന്നോ? ഇതാണ് ദ്രൗപദി. അർജുൻ? അങ്കിൾ, അർജുൻ അല്ലേ അത്? ആ ശരത്, നീയാണോ പെണ്ണ് കാണാൻ വന്ന ആള്? എടാ, ഇവരൊക്കെ നിന്റെ റിലേറ്റീവ്സ് ആയിരുന്നല്ലേ? എനിക്കറിയില്ലായിരുന്നു. അതിന് ഇവരെന്റെ റിലേറ്റീവ്സ് ആണെന്ന് അവര് പോലും അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് നീ. എടാ, ആന്റി ഇത്ര ദൂരം ട്രാവൽ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? അതിന് ആന്റി വന്നിട്ടില്ലടാ, ഞാൻ ഒറ്റയ്ക്കാ. അളിയ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അർജുൻ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, എന്തിനാ ഹേമാന്റി ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോകുന്നത്? എന്ത് മോനെ ശരത്തെ, നീ ഇപ്പൊ ആരെ കുറിച്ചാ പറഞ്ഞേ? ഹേമാന്റി, ഹേമ രവിശങ്കർ, ഇവന്റെ അമ്മ. എന്റെ പേഷ്യന്റ് ആയിരുന്നു. മോനെ, നീ എന്റെ ഹേമയുടെ മോനാണോ? അത് മോനെ, നീ ഒന്ന് പറ, നീ ഞങ്ങളുടെ ഹേമയുടെ മോനാണോ? അതെ. എവിടെ ആയിരുന്നടാ ഇത്രയും നാളും? നിങ്ങളെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? ഹേമ പോയതിന്റെ സങ്കടത്തിൽ ഉരുകി ഉരുകിയ അച്ഛനും അമ്മയും പോയത്. നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഇനിയെങ്കിലും അവരെ എനിക്കൊന്ന് കാണണം. എന്റെ രവിയെ ഹേമനെ കാണണം. രവിയോട് എനിക്ക് മാപ്പ് ചോദിക്കണം. അതിന് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല അങ്കിൾ. ഇപ്പോ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്താൻ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ചിലപ്പോ വേറൊരു ലോകത്തിരുന്ന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. രവി? അതെ, ഇപ്പോ 16 വർഷമായി. അപ്പൊ ഹേമ, എനിക്ക് ഹേമയെ കാണണം. ഹരിയേട്ടാ, ഇങ്ങനെ വിഷമിക്കല്ലേ. എന്തായാലും നമ്മുടെ മോൻ ഇത്രയും ദൂരം നമ്മളെ തിരക്കി വന്നല്ലേ. അപ്പോ നമ്മുടെ ഹേമ ഉറപ്പായിട്ടും കൊണ്ടുവരും. ഹലോ, എന്റെ പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഹേമ രവിശങ്കറിനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങക്ക് വേണമെങ്കിൽ അവിടെ പോയി കണ്ടോ. സോറി, ഞാൻ ഈ മൂഡൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. ആയിക്കോട്ടെ ഡോക്ടറെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് കൊണ്ടുവരാം. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. നിങ്ങളുടെ ഈ ഒരു വലിയ സന്തോഷത്തില് എനിക്കൊരു പാർട്ടാവാൻ പറ്റിയില്ലേ, അത് തന്നെ വലിയ കാര്യം.
ജാനങ്കിൾ ജാനങ്കിൾ അങ്കിള് എന്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നോടും ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഏയ് എന്താ മോനെ, അങ്ങനെയൊന്നുമില്ല. അവളുടെ ഭാഗത്തുനിന്ന് നോക്കിയാ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവളുടെ അവസ്ഥ മനസ്സിലാക്കാതെ എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോഴല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തേ. എനിക്കതില് ഇതുവരെ അവളെ കുറ്റപ്പെടുത്താൻ തോന്നിയിട്ടില്ല. കാരണം മറ്റേതൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെ ചെയ്യും. പക്ഷെ അവളെനിക്ക് അതൊക്കെ പോട്ടെ. എന്തായാലും ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോ നീ ഇങ്ങോട്ട് വന്നില്ലേ, ഇനിയുള്ള സമയം എനിക്ക് നിന്റെ കൂടെ ചെലവഴിച്ചാൽ മതി. എന്തോ നിന്നെ ദൈവമായിട്ട് അയച്ച പോലെ ഉണ്ട്. ഒരിക്കലും ഹേമയ്ക്കിന് ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാ ഞാൻ. പക്ഷേ അത് നീയായിട്ട് മാറ്റി. ഇനിയുള്ള സമയം എനിക്ക് നിന്റെ കൂടെ ചെലവഴിക്കാനാണ് ഇഷ്ടം. അത് മതി ഇനി എനിക്ക്. ഡി ദച്ചു, നീ ചായ ഒന്നുകൊണ്ട് മോന് കൊടുത്തിട്ടോ. എനിക്ക് സ്റ്റെപ്പ് ഒന്നും കയറി ഇറങ്ങാൻ വയ്യ. ഞാനോ? അതിനെന്താ, പോയി കൊടുത്തിട്ട് വാ ദച്ചു. ഓ, ഈ അമ്മേനെ കൊണ്ട് ഇങ്ങ് താ. ഇയാളെ ഇപ്പൊ എങ്ങനെ ഒന്ന് എഴുന്നേപ്പിക്കും? അതെ, ഒന്ന് എഴുന്നേക്കോ. ഇയാളെന്താ ഇവരെ കുംഭകർണന്റെ അനിയനോ മറ്റോ ആണോ? അതെ, അർജുനേട്ടാ. അജു, എഴുന്നേറ്റേ. ദേ ചെറുക്ക, ഞാൻ കുറെ നേരമായി വിളിക്കുന്നു, എഴുന്നേക്ക്. എന്താ കൃതി, ഒരു 5 മിനിറ്റും കൂടി. അയ്യടാ, ഒരു 5 മിനിറ്റ് നിങ്ങളെ എഴുന്നേപ്പിക്കാൻ എനിക്കറിയാം. കൃതി വേണ്ട. വേണം, ഇങ്ങോട്ട് എഴുന്നേറ്റേ. നിന്നെ ഞാൻ ഇന്ന് അർജുനേട്ടാ, എന്തായി കാണിക്കുന്നേ? അയ്യോ ദച്ചു, നീയോ?